നമസ്കാരം, സുഖല്ലേ? ഞാനെന്ന് പറയുന്നത് മാൾട്ടയിൽ എനിക്കുണ്ടായ ഒരു ടെസ്റ്റിന്റെ അനുഭവമാണ് പറയുന്നത്. ഇത് ഏകദേശം 2019 ഞാൻ ആദ്യമായിട്ട് മാൾട്ടയിലേക്ക് വന്ന സമയം. ഈ മാൾട്ടയിൽ വന്ന സമയത്ത് അന്ന് ടെസ്റ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന ഉടനെ നമ്മളുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടാണ് അവർ നമ്മളുടെ ഇന്റർനാഷണൽ വെച്ചിട്ടാണ് നമ്മളെ സ്വീകരിച്ച് നമ്മളുടെ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ആക്കി നമ്മൾ ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. ഈ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഒരു പ്രൊസീജിയറുകളുണ്ട്. അതായത് ആദ്യം നമ്മളെ ബസ് ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. ആദ്യം അവർ എങ്ങനെയുണ്ട് ഓടിക്കുമെന്നൊക്കെ നോക്കി അവർ അടുത്ത് നിന്ന് നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് നോക്കും, ഇവൻ എങ്ങനെയുണ്ട്, അത് പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളോട് പറയും. അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ പതുക്കെ മാറി അവരുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്ന ആ സീറ്റിൽ വന്നിരുന്നിട്ട് അവർ നമ്മളെ മോണിറ്റർ ചെയ്യും. അങ്ങനെ 2 മാസം നല്ല ട്രെയിനിങ് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ടെസ്റ്റിന് പോകാൻ. ഈ ടെസ്റ്റിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ബാഡ്ജിന്റെ ടെസ്റ്റാണ് ഉണ്ടാകുക. ആ ബാഡ്ജ് വെച്ചിട്ട് നമുക്ക് ബസ് ഓടിക്കാൻ കഴിയും. അപ്പൊ ആ ബാഡ്ജിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് അന്ന് 2019 ട്രാൻസ്പോർട്ട് മാൾട്ടയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തുന്ന എക്സാമിനേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോ മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഇൻസ്ട്രക്ടർമാർക്ക് ടെസ്റ്റ് നടത്തിയാലും മതിയാവും. അന്ന് ബാഡ്ജിന്റെ ടെസ്റ്റ് നടത്തുന്നത് അവരായിരുന്നു. അപ്പോൾ എൻ്റെ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഏകദേശം 2 മാസമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇമ്പ്രസ് ആയിരുന്നു. ഞങ്ങളുടെ ആ ടീം എല്ലാവരും നല്ല ഡ്രൈവേഴ്സ് ആയിരുന്നു, പക്ക ഡ്രൈവേഴ്സ് ആയിരുന്നു. എന്തുകൊണ്ടും നമ്മളൊക്കെ അതിൽ പെട്ട്. ഈ കക്ഷി 2 പേര്, നമ്മുടെ മലയാളികൾ 2 പേര് പോയി, രാവിലെ തന്നെ പോയി തോറ്റു വന്നു. 3ാമത് കയറേണ്ടത് ഞാനാണ്. എൻ്റെ ഊഴം വന്നു. അങ്ങനെ 3ാമത്തെ ആളെന്നുള്ള നിലയ്ക്ക് ഇരിക്കുമ്പോൾ ഈ നമ്മളുടെ പറഞ്ഞയക്കുന്ന ഇൻസ്ട്രക്ടർമാരുണ്ടല്ലോ, അവരുടെയൊക്കെ മൂഡ് ഓഫ് ആയി. അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ വല്ലാണ്ടായി. അവരൊക്കെ അപ്സെറ്റായി എന്ന് പറഞ്ഞാൽ ടോട്ടലി അപ്സെറ്റായി. 2 പേര് ഫെയിലായി, മറ്റേ 2 ടീം പോയതിൽ ഒരാൾ പാസ്സായി. അങ്ങനെ വന്നു. 3ാമത് ഞാൻ കയറുകയാണ്. അപ്പം എൻ്റെ തോളത്തൊക്കെ തട്ടിയിട്ട് വിട്ടു അവർ. അങ്ങനെ ഞങ്ങൾ പോകണം. അപ്പം ഈ ബസ്സിൽ ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി ഞാൻ നോക്കുമ്പോൾ ബ്രേക്ക് ടൈമാണ്, ഈ എക്സാമിനറുടെ ബ്രേക്ക് ടൈമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇയാളുടെ സീറ്റിൽ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ 2 സൈഡും നോക്കുകയാണ്. അപ്പൊ 2 സൈഡും മിറർ ക്ലിയർ അല്ല, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ എന്ത് ചെയ്തു, വേഗം ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് വേഗം ഈ 2 സൈഡ് മിററും അയാളിരിക്കുന്ന പൊസിഷനിൽ 2 ക്ലിയർ ആക്കി നല്ല ഭംഗിയാക്കി വെച്ച് അത് കഴിഞ്ഞ് ആ വിൻസ്ക്രീനൊക്കെ തുടച്ച് നിൽക്കുമ്പോഴാണ് ഈ കക്ഷി വരുന്നത്. ഈ കക്ഷി എന്നെ കണ്ടോടുകൂടി ഓക്കെ യു മുജീബ്, ഓക്കെ കം. അങ്ങനെ വേഗം എൻ്റെ ലൈസൻസ്, എൻ്റെ ID കാർഡ് മേടിച്ച് നോക്കിയിട്ട് ഓക്കെ ആ വണ്ടിയുടെ നമ്പർ എത്രയെന്നൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് വായിച്ചു. ഓക്കെ ഗുഡ്, കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിച്ചു ഏത് റൂട്ടാണ് നീ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒരു 1 റൂട്ടാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അവർ 2-ലേക്കായിരിക്കും കൊണ്ടുപോകുക. കാരണം 1 നമുക്കറിയാലോ റോഡ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, 2 നമുക്കറിയില്ല. അപ്പോൾ 2-ലേക്ക് നമ്മളെ കൊണ്ടുപോകും. എങ്ങനെയെന്ന് അറിയാം. അപ്പോൾ നമ്മളോട് പറഞ്ഞുതരും, ഞാൻ പറഞ്ഞുതരാം, അതേപോലെ നീ ചെയ്താൽ മതി, ഓക്കെ എന്ന് പറയും. ഓക്കെ, ഞാൻ വണ്ടി കയറിയിരുന്നു. അപ്പൊ ഇയാള് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഇയാൾക്ക് മനസ്സിലായി നേരത്തെ പോയ ഇതല്ല, ഇവൻ കുറച്ച് ക്ലിയർ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഞാനൊരു 10% പാസ്സാണ്, മനസ്സിലായി. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോയി കുറച്ചങ്ങോട്ട് ദൂരെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, നീ എന്താ ബസ് സ്റ്റോപ്പിൽ നിർത്താഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയില്ലായിരുന്നു, സാറ് പറഞ്ഞില്ല, എന്നാലും നീ അവിടെ നിർത്തിയിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പറഞ്ഞ് ഞാൻ നിർത്തി കഴിഞ്ഞിട്ട് ഓക്കെ അങ്ങനെ എടുത്തു. 3ാമത് പോയപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തി. അപ്പോൾ അയാൾ എന്നെ ചോദിച്ചു, നീ എല്ലാ ബസ് സ്റ്റോപ്പിലും നിർത്താൻ പോകണോ? ഞാൻ പറഞ്ഞു സോറി സാർ, ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി, സോറി. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ടൈം ഇവരുടെ ഒരു ഇതാണല്ലോ, നമ്മൾ ഈ യൂറോപ്പിൽ വന്നിട്ടുള്ള ഒരു ടെസ്റ്റ് കൊടുക്കല്ലേ ആദ്യമായിട്ട്, നമ്മൾ ആകെ ഒരു അപ്സെറ്റ് ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ സോറി സാർ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ റൗണ്ട് അബൌട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു 4th എക്സിറ്റ് എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ കണക്കൂട്ടാണ്, 1 2 3 4 അങ്ങോട്ട് കയറ്റിയപ്പോൾ തന്നെ ഇയാൾ സ്റ്റോപ്പ് വേർ യു ഗോയിങ്, ദിസ് ഇസ് നോ എൻട്രി മൈ ഫ്രണ്ട്, ദിസ് ഇസ് നോട്ട് അലൗഡ് ഫോർ എ ഹെവി ബസ്, യു ഡിഡ്ന്റ് സീ ദ ബോർഡ്. ഞാൻ അപ്പം തന്നെ എൻ്റെ കയ്യും കാലും വിറച്ചിട്ട് കാലിങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുക കാല്. അങ്ങനെ അവിടെ നിന്നിട്ട് ഞാൻ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടിട്ട് വണ്ടി നിർത്തി ഇയാൾ നേരെ പുറകിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇയാൾ ഇങ്ങനെ ഉണ്ടാണ് 1 2 3 4 5 ആയിരുന്നു പറയേണ്ടത്, ഇയാൾ 4 ആണ് പറഞ്ഞത്. 5 യു ടേൺ അടിച്ച് വരേണ്ടതാണ്. എന്നാൽ ഇയാൾക്ക് പറഞ്ഞാൽ മതി യു ടേൺ എന്ന് പറഞ്ഞാലും മതിയായിരുന്നു. അതിന് പകരം 4th എക്സിറ്റ് പറഞ്ഞപ്പോൾ ഞാൻ നമ്മളെ പോകാത്ത വഴിയല്ലേ നേരെ അങ്ങോട്ട് കയറ്റി കൊടുത്തതാ. എങ്ങനെ ഇത് ഇയാള് ഇറങ്ങിപ്പോയി. ഈ വണ്ടിയിലൊരു എക്സാമിനറുടെ നമ്മളുടെ ട്രെയിനറുടെ ഒരു അസിസ്റ്റന്റ് പഠിക്കാൻ വന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. അയാളും അപ്പുറവും നിന്നിട്ട് ഇങ്ങനെ റിവേഴ്സ് കാണിച്ച്, റൗണ്ട് അബൌട്ടിലാണ് കേട്ടോ പറയുന്നത്, റിവേഴ്സ് കാണിച്ച് വണ്ടി ഞാനിങ്ങനെ എടുത്ത് എൻ്റെ കാല് കടന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ടും നോക്കി. ലാസ്റ്റ് ഇയാൾ വണ്ടി കയറിയിട്ട് അവിടെ നിർത്താൻ പറഞ്ഞു. മൈ ഫ്രണ്ട്,
ഇത് നോ എൻട്രി ആണ്, നിനക്ക് ഇത് മനസ്സിലായില്ലേ, ഹെവി ബസ്സിന് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു സാറ് 4th എക്സിറ്റ് എന്ന് സാറ് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും നോക്കിയില്ല സാർ, ഐ എം റിയലി സോറി. ഓക്കെ ഗോ. അങ്ങനെ അവിടെ നിന്ന് എടുത്തപ്പോൾ ഇയാൾ എൻ്റെ സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം. അവിടെ 30 കിലോമീറ്റർ സ്പീഡ് കാണുന്നു, ഞാൻ 30 ഫോളോ ചെയ്യുന്നു. വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ എല്ലാ പ്രാവശ്യം മിററൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ പോകണം. നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ. ഏതായാലും ഞാൻ തോറ്റു, അപ്പൊ ഏതായാലും നല്ല രീതിയിൽ തന്നെ ഓടിച്ച് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആ റൗണ്ട് അബൌട്ടിലത്തെ സീൻ കഴിഞ്ഞിട്ട് നേരെ പോവുകയാണ്. നേരെ പോയപ്പോൾ എന്നോട് പവോള എന്ന് പറഞ്ഞ സ്ഥലത്ത്, പോള എന്നൊക്കെ പറയും, പല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, പോള. ആ പോളയുടെ അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു കീപ്പ് റൈറ്റ് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ കീപ്പ് റൈറ്റ് എന്ന് പറയുമ്പോൾ വേഗം റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് മിറർ നോക്കിയപ്പോഴത്തേക്കും സ്റ്റോപ്പ് വേർ യു ഗോയിങ്, ഐ ടോൾഡ് യു കീപ്പ് റൈറ്റ് മീൻസ് ഗോ സ്ട്രേറ്റ്. പിന്നെയും കാല് വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അടിച്ച് കീപ്പ് റൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഗോ സ്ട്രേറ്റ് എന്നുള്ള അങ്ങനെ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഇയാളപ്പോ ഈ ടെസ്റ്റ് നടത്തുന്ന ആള് ഈ എക്സാമിനറോട്, ഈ എക്സാമിനർ അല്ല, ഈ ട്രെയിനി അസിസ്റ്റന്റിനോട് പറഞ്ഞു കൊടുക്കണം, ഇവനോട് നീ പറഞ്ഞു കൊടുത്തില്ലേ, ഇവർക്കും അറിയില്ലേ, ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത്. നമ്മളാകെ കൺഫ്യൂസ് ആയി. ഏതായാലും തോറ്റെന്നുള്ള നിലക്കാണ് പിന്നെയും പോണത്. തിരിച്ച് നമ്മളുടെ ഡിപ്പോയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തോറ്റ ആള് റൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പാർക്ക് ചെയ്യണം, ജയിച്ച ആള് ലെഫ്റ്റിലേക്ക് പോയിട്ട് അവിടെ റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഡിപ്പോയിലേക്ക് ഇങ്ങനെ വരുമ്പോ തന്നെ ഇവൻ മറ്റുള്ളവരോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ഇവനും തോറ്റു എന്നുള്ളത്. അപ്പൊ അവരെ എല്ലാവരും നോക്കിയെന്നവരൊക്കെ മുജീബിക്കൻ തോറ്റു എന്നുള്ള ഒരു സിസ്റ്റമായി അവിടെ മൊത്തത്തിൽ അങ്ങനെ ഒരു വാർത്തയായി. ഞാനിവിടെ ഇങ്ങനെ ഡിപ്പോയിൽ കയറി നിർത്തി, ഇനി എല്ലാം പടച്ചാൻ്റെ കയ്യിൽ നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, സാറേ റൈറ്റിലേക്ക് പോകല്ലേ, ഞാൻ തോറ്റതാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ റൈറ്റിലേക്കല്ലേ, നോ യു ഗോ ലെഫ്റ്റ്. എന്റെ മനസ്സിൽ ആ നേരത്ത് എന്താണ് ഒരു തൃശ്ശൂർ പൂരം ലൈവായിട്ട് കണ്ട ഒരു പ്രതീതിയാണ്. ചിരിക്കണോ സന്തോഷിക്കണോ, ഇനി അടുത്ത ടെസ്റ്റ് കിടക്കണം റിവേഴ്സ്, അതുകൂടിയും കഴിഞ്ഞിട്ട് ചിരിക്കാം. ഇങ്ങനെ വണ്ടി എടുത്ത് കൊണ്ടുപോയി റിവേഴ്സിന്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഓക്കെ ഐ എം ഗെറ്റിംഗ് ഡൗൺ ഹിയർ എന്ന് പറഞ്ഞു. അങ്ങനെ ആളിറങ്ങിപ്പോയി അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഈ പുള്ളി റിവേഴ്സ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഭംഗിയായിട്ടൊക്കെ നോക്കി ഹോൺ അടിച്ച് എല്ലാം ചെയ്ത് വണ്ടി കൊണ്ടുവന്നിട്ട് റിവേഴ്സ് ഇട്ടപ്പോൾ ഈ ഇൻസ്ട്രക്ടർമാരൊക്കെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം വന്നു, കാരണം ഞാൻ പാസ്സായില്ല എന്നുള്ള നിലക്ക്. അപ്പോൾ എനിക്ക് വിശ്വാസം വരുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോയി ചെന്നിട്ട് അപ്പോൾ എന്നോട് ഒരു ഇൻസ്ട്രക്ടർ വന്നിട്ട് ഇങ്ങനെ മേത്ത് തട്ടി ഗുഡ് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ പാസ്സായി സാറേ. ദാറ്റ്സ് വൈ യു ടുക്ക് റിവേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ തന്നെ ഞാൻ പാസ്സായി. അപ്പൊ മറ്റുള്ള മലയാളികളോട് ഒന്നോരോട് മുജീബക്ക നിങ്ങൾ തോറ്റുന്നാണ് അതിന്റെ അകത്ത് നിന്നിട്ട് അവൻ കൈകൊണ്ട് കാണിച്ചത്, നിങ്ങൾ തോറ്റുന്നു. ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല ഭായി, നമ്മള് കോൺഫിഡന്റ് ആയിട്ട് വണ്ടി ഓടിച്ചു, തോറ്റതാണെങ്കിലോ എന്താണെങ്കിലും എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഒരു പയ്യൻ എന്നോട് പറഞ്ഞു മുജീബക്ക ഞാനിങ്ങനെ 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഫെയിലായി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനം വന്നത്. കാരണം അവന് ഒന്നാമത്തെ കാര്യം അവൻ പാനിക്കായതാണ്. പാനിക് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്ക് അതിൽ 9 മിസ്റ്റേക്ക് വരെ നമുക്ക് ആവാം. മേജർ മിസ്റ്റേക്ക് 1 വന്നാൽ നമ്മൾ ഫെയിലാണ്. മനസ്സിലായില്ലേ? സ്മോൾ മിസ്റ്റേക്ക് നമുക്ക് 9 വരെ ആവാം. 10ലേക്ക് കടന്നാലേ നമ്മൾ ഫെയിൽ ആവുള്ളൂ. നമ്മളൊരു മിസ്റ്റേക്ക് കാണുമ്പോഴത്തേക്ക് നമ്മൾ പേടിച്ച് പറിച്ച് നമ്മൾ വണ്ടി ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മൾ തോറ്റു എന്നാലും നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡന്റോട് കൂടി വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു കോൺഫിഡന്റ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പാസ്സാക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം നേരുന്നു. എല്ലാ ടെസ്റ്റുകൾ എല്ലാവർക്കും പാസ്സാവട്ടെ എന്നുള്ളൊരു ആശംസയോടെ.